ഇന്ന് രാവിലെ തന്നെ കാണുന്നത് വന്ദേ മാതരം കേരളത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷവുമായി ബന്ധപ്പെട്ട് അത് മുഴുവനായി പാടണം എന്നുള്ള തരത്തിലുള്ള ഒരു ഉത്തരവിനെ കുറിച്ചാണ് വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എവിടുന്ന ഇപ്പോൾ ഈ സർക്കാർ ഇങ്ങനെ ഈ നിലക്ക് കേരളത്തിൽ അത്തരമൊരു കാര്യം ഉത്തരവ് ഇറക്കിയതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ബാക്കിക്ക് പോകുമ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ ഉത്തരവിനെ അതേപടി ഇവിടെ നടപ്പിൽ വരുത്താനുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടും. അപ്പം ഇങ്ങനെ ആലോചിക്കണം, ഇവിടെ കേരളത്തിൽ UDF സർക്കാരല്ലേ, കോൺഗ്രസിൻ്റെയൊക്കെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. AICC ഈ വിഷയത്തെ അംഗീകരിച്ചിട്ടില്ല. കേന്ദ്രത്തിൻ്റെ ഇത്തരം നിലപാടുകൾ അംഗീകരിക്കാതെ AICC കേന്ദ്രത്തിലിരിക്കുമ്പോൾ, കേന്ദ്ര കമ്മിറ്റി നിൽക്കുമ്പോൾ, ഈ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഈ ഒരു സംസ്ഥാനത്ത് ഇവർ ഇത്തരത്തിൽ നടപ്പിലാക്കുമ്പോൾ ഇവർക്ക് ഈ കോൺഗ്രസിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടൊന്നും ഒരു വിലയില്ല, പുല്ലു വിലയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം, ഇതൊക്കെ സുഗമമായി നടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള വഴി വെട്ടിക്കൊടുത്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതിൽ മുസ്ലിം ലീഗിൻ്റെ കുറച്ച് ആളുകളുണ്ടാവും, കോൺഗ്രസിൻ്റെ ചില സൈബർ ഉത്തരം താങ്ങികളൊക്കെ ഉണ്ടാവും. അവരോട് അഭിലാഷ് പറഞ്ഞതുപോലെ പറയാനുള്ളൂ, ഇരുന്ന് ന്യായീകരിച്ചുള്ളൂ, ചോദ്യങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് നിഷ്പക്ഷമായി ഇതിനെ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, നമ്മുടെ നാട് ജനാധിപത്യ നാട്, ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ സംവിധാനം ഉണ്ടായിരിക്കെ ആലോചിച്ച് നോക്കൂ, ഇവിടുന്ന് ഒരു ഉത്തരവ് അങ്ങോട്ട് പോവുകയാണെങ്കിലും അവിടുന്ന് ഒരു ഉത്തരവ് ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ആരുടെ പക്കലേക്കാണ് വന്നാലും ഇവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ സംവിധാനമുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടെ കൊടുത്ത് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ അജണ്ടയല്ല ഇവിടെ ഭരിക്കുന്ന സർക്കാരിനുള്ളത്, ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനുള്ളത് എന്ന് ബോധ്യമില്ലാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ ഇവിടേക്ക് വരുന്ന ഉത്തരവുകളൊന്നും നമ്മുടെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അവരിതൊന്നും കാണില്ലേ, അവർക്കൊന്നും ഒരു റോളും ഇല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. നമുക്കറിയാലോ, സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ അന്ന് തുടങ്ങിയതാണ് ഈ വന്ദേ മാതരം വിഷയം. മുഴുവനായിട്ട് പാടിയത് വലിയ വിവാദമായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നെ അത് നിർത്താൻ പറ്റുമോ എന്നൊക്കെയാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം ആലോചിച്ച് നോക്കൂ, രത്തൻ യു കേൽക്കറെ പോലെയുള്ള ആളുകളുടെ നിയമനത്തെക്കുറിച്ചാണ് പിന്നീട് ചർച്ച വന്നത്. ആരായി രത്തൻ യു കേൽക്കർ? അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ലെറ്ററിൽ BJPൻ്റെ സീലടിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തു പോയതാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ ഒന്ന് ഓർത്തു. കാരണം പശ്ചിമ ബംഗാളിൽ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആളെ പിടിച്ച് സെക്രട്ടറി ആക്കിയപ്പോൾ ചെയ്ത പണിക്കുള്ള കൂലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് നിലനിൽക്കുകയാണ് കേരളത്തിൽ എന്തുണ്ടായത്, രത്തൻ യു കേൽക്കറെ പോലെയുള്ള ആളുകൾ സെക്രട്ടറിയെ നിയമിച്ചു. പിന്നീട് പല സ്ഥലങ്ങളിലും പല അധികാര കേന്ദ്രങ്ങളിലേക്കും സംഘപരിവാര ആശയക്കാർ കടന്നു കയറുന്നു എന്ന് പറഞ്ഞിവിടെ ചർച്ച ചെയ്തു. അപ്പം എന്തായി, തോട് കറക്റ്റ് മേലെന്ന് ഇങ്ങോട്ട് വെട്ടിയിട്ട് ഒരു സൈഡ് കൂടെ അങ്ങനെ അങ്ങോട്ട് ഇട്ടു. പിന്നെ അവർക്ക് സുഖമായി, കാരണം നേരെ വരുന്നത് ഇത്തരം ഓർഡറുകൾ ഇങ്ങനത്തെ ആളുകൾക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മന്ത്രിസഭയോട് ചർച്ച ചെയ്തും വേണ്ട, ഓൽക്കാത്തോട്ടുകൂടെ തന്നെ താഴത്തേക്ക് ജനങ്ങളിലേക്ക് അതങ്ങോട്ട് എത്തിച്ചാൽ മതി. ഇത് വലിയൊരു ആശങ്കയാണ്. ഇപ്പം അടുത്ത് KM ഷാജി സാഹിബ് പറഞ്ഞൊരു വിഷയം നിങ്ങൾക്ക് അറിയോ? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറയാണ്, R സുഗതൻ്റെ ഫയൽ ഞാൻ തിരിച്ചയച്ചതാണല്ലോ, താഴത്തെത്തിയപ്പോൾ എങ്ങനെയാണ് അനുകൂല റിപ്പോർട്ടായി മാറിയത്. പിന്നെ അണ്ടർ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടന്നതെന്ന് പറഞ്ഞു. അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ആ കത്ത് റദ്ദ് ചെയ്ത ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. അപ്പം മന്ത്രിക്ക് പോലും ഇവിടെ താഴെ തട്ടിലും ചുറ്റുഭാഗം നിൽക്കുന്ന ആളുകളെക്കുറിച്ച് മനസ്സിലാകണില്ല എന്ന് പൊതുസമൂഹത്തിനപ്പം ബോധ്യപ്പെടും. അപ്പോൾ ഇവിടെ ആര് ഭരിച്ചാലും അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ആളുകളുടെ അജണ്ട പോലെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുകയാണ്. അത് വലിയ ഗുരുതരമായ ഒരു സംഭവമാട്ടോ. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്ന അത്തരം അവസ്ഥകൾ ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. നമ്മുടെ നാട് എന്ന് പറഞ്ഞ ഒരു മതേതരത്വ സംവിധാനമുള്ളൊരു നാടാണ്. പലർക്കും പല വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിലൊക്കെ നിന്നുകൊണ്ട് പാടാൻ പറ്റുന്ന ഒരുപാട് ദേശഭക്തി ഗാനങ്ങളുണ്ട്. സാരേ ജഹാൻ സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം, അതേപോലെ തന്നെ ജനഗണമന എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗാനം, ഇതൊക്കെ ആലപിക്കുന്നതിന് ആരും ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഈ പറയുന്ന വന്ദേ മാതരം സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ അത് നമ്മുടെ ബഹുസ്വര സമൂഹത്തിലെ ചില വിശ്വാസങ്ങൾക്ക് എതിരാണ് എന്ന് പണ്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ആ നിലക്ക് തന്നെ അതിനെ കണ്ട് ഇത് പിൻവലിക്കണം ഈ സർക്കാർ സംവിധാനം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇപ്പോൾ ഇതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വരും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗൊന്നും CPIയുടെ നിലപാട് പോലും ഈ കോൺഗ്രസ് ഭരണത്തിൽ എടുക്കണില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഏതായാലും ഈ ഒരു കാര്യം കേരള സർക്കാർ ഉത്തരവിറക്കി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അത് ശരിയല്ല, അത് പിൻവലിക്കണം, അത് ബഹുസ്വര സമൂഹത്തെ മാനിച്ചുകൊണ്ട് ചിലരുടെ അജണ്ടയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് പിൻവലിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.